അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോകുമ്പോൾ ഭയങ്കര ഒരു മിസ്റ്റീരിയസ് ആയിട്ടൊരു ഫീലിംഗ് ഒക്കെ ആയിരുന്നു തോന്നുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ മീറ്ററോളം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകാനായിട്ട് പറ്റും. ഞങ്ങൾ പോയില്ല, ഞങ്ങൾക്ക് കുറച്ച് കണ്ടപ്പോൾ പേടി ചെയ്തുകൊണ്ട് ടെറർ അടിച്ചിട്ട് ഞങ്ങൾ പോയില്ല. ഇവിടെ പ്രൊഹിബിറ്റഡ് ആണ്, എന്നാലും കുറച്ച് ആളുകളൊക്കെ പുഴയിലേക്കൊക്കെ ഇറങ്ങി പോയിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. ഹലോ, ഇന്ന് ഞാനും നന്ദപ്പനും കൂടെ ഒരു സ്ഥലം വരെ പോവാണ്. കുറേ നാളായി ഞങ്ങൾ തിരക്കുകളൊക്കെ കാരണം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട്, പിന്നെ കുറച്ച് പീസ്ഫുള്ളായിട്ട് കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു സ്ഥലത്തേക്ക് പോവാണ്. നമ്മളിന്ന് എത്തിയിട്ടുള്ളത് എറണാകുളം ജില്ലയിലെ ഭൂതത്താൻകെട്ട് എക്കോ ടൂറിസം അവിടെയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂതത്താൻകെട്ട് ഡാമുണ്ട്, നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. അതല്ലാതെ നമ്മൾക്ക് ഒരു 50 രൂപ ടിക്കറ്റ് എടുത്ത് കാടിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ ഭൂതത്താൻകെട്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥലത്തെത്താൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ഇവിടെ അടുത്തുള്ളൊരു തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടുത്തെ ഉത്സവം മുടക്കാനായിട്ട് വെള്ളം കയറ്റി നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു ക്ഷേത്രം വെള്ളം കയറ്റി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭൂതങ്ങൾ കുറേ പാറക്കല്ലൊക്കെ പറക്കിക്കൊണ്ട് വന്ന ഒരു ഡാം പോലെ കെട്ടി എന്നാണ് ഇവിടുത്തെ ഒരു വിശ്വാസം. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തത് കയറി കഴിഞ്ഞപ്പോൾ തന്നെ ക്യൂട്ടായിട്ടൊരു ചെറിയൊരു പട്ടിക്കുഞ്ഞിനെ കണ്ടിട്ടോ. നമുക്ക് ഭയങ്കര ഇഷ്ടമായി അത് കണ്ടപ്പോൾ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, ഇന്ന് വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പോകുമ്പോൾ വഴിയിൽ ഇതേപോലെ ചെറിയ ചെറിയ കാക്കപ്പൂക്കളും അതുപോലെ തന്നെ കൂണൊക്കെ കണ്ടോ, ഇതേപോലെയൊക്കെ മുളച്ച് നിൽക്കുന്നതൊക്കെ കണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ കാട്ടിൽ നമ്മളിങ്ങനെ കാടിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോകുമ്പോൾ ഭയങ്കര ഒരു മിസ്റ്റീരിയസ് ആയിട്ടൊരു ഫീലിംഗ് ഒക്കെ ആയിരുന്നു തോന്നുന്നുണ്ടായിരുന്നത്. അത് മാത്രമല്ല നല്ല ഇരുട്ടായിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. മഴ പെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു പുറപ്പാടുള്ളത് കൊണ്ട് കുറച്ച് ഇരുട്ടായിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. നല്ല ടോളായിട്ടുള്ള മരങ്ങളും അതുപോലെ കണ്ടോ കനോപ്പിയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണാനായിട്ട് നല്ല രസമാണ്. നമുക്കിങ്ങനെ പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ട് പറ്റും. കുറേ ഇങ്ങനെ മരങ്ങളൊക്കെ വീണ് കിടക്കുന്നതും അതുപോലെ തന്നെ മുത്തശ്ശൻ മരങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന കണ്ടോ, ഇതേപോലത്തെ പഴയ ഒരുപാട് പ്രായമുള്ള മരങ്ങളൊക്കെ നമുക്ക് ഈ ഒരു യാത്രയിൽ കാണാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല ഇതേപോലെ ചെറിയ ചെറിയ ചിതൽപുറ്റുകളൊക്കെ നമ്മളെ പ്രകൃതിയോട് ഒത്തിരി ചേർത്ത് നിർത്തി ഈ ഒരു യാത്രയെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വഴിയും നല്ല ഭംഗിയാട്ടോ ഇങ്ങനെ പോകാനായിട്ട്. നമുക്ക് ഭയങ്കര ഒരു കാമായിട്ട് ഇങ്ങനെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഇനി സോളോ പോകുന്നവർക്കൊക്കെ അങ്ങനെ ഒരു ട്രെക്കിംഗ് ഒന്നുമല്ല, ഒരു ട്രെക്കിംഗ് സ്പോട്ടൊന്നുമല്ല, പക്ഷെ നമുക്ക് ജസ്റ്റ് ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഇങ്ങനെ നൈസായിട്ട് പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലമൊക്കെയാണ്. അപ്പോൾ ഇതേപോലെ മരങ്ങളും ആ മരങ്ങളുടെ വേരൊക്കെ ഇങ്ങനെ മണ്ണിൻ്റെ അടിയിലേക്ക് പോയിട്ട് പിന്നെ ഇങ്ങനെ കണ്ടോ വഴിയിലൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്, അതൊക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഒരു നീർച്ചാലുകളാണ്, പക്ഷെ ഇപ്പോൾ മഴയില്ലാത്തതുകൊണ്ട് അതിൽ വെള്ളമൊന്നുമില്ല. ചെറിയ ചെറിയ നീർച്ചാലുകൾ വെള്ളമുള്ളതൊക്കെ ഇതേപോലെയൊക്കെ കാണാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ ഒരു ഗുഹയുണ്ട് കേട്ടോ. ഒരു ഗുഹ, ഒരു നല്ല ഭംഗിയുള്ളൊരു ഗുഹയാണ്. അപ്പോൾ ഈ ഗുഹയുടെ ഉള്ളിലേക്ക് ഒരു നാച്ചുറൽ ഗുഹയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകാനൊക്കെ ആയിട്ട് പറ്റും. ഒരു 10 മീറ്ററോളം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകാനായിട്ട് പറ്റും. ഞങ്ങൾ പോയില്ല, ഞങ്ങൾക്ക് കുറച്ച് കണ്ടപ്പോൾ പേടി ചെയ്തുകൊണ്ട് ടെറർ അടിച്ചിട്ട് ഞങ്ങൾ പോയില്ല. അപ്പം നമുക്ക് ടോർച്ചൊക്കെ അടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയിട്ട് കാണാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ ഇനിയാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിത് ഇവിടെ എത്തി. ഈ ഒരു പഴയ ഭൂതത്താൻകെട്ട് എന്ന് പറഞ്ഞ് വിശ്വസിക്കപ്പെടുന്ന ആ ഒരു ഭാഗത്ത് നമ്മളെത്തി. അപ്പോൾ ഇത്രയും പാറക്കല്ലുകളൊക്കെ ഇങ്ങനെ നിറയെ പാറക്കല്ലുകളും. ഞാനിങ്ങനെ ഡൽഹിക്കൊക്കെ പോകുന്ന സമയത്ത് ഈ വേസ്റ്റ് ലാൻഡ് ടോപ്പോഗ്രഫി കണ്ടിട്ടുണ്ട്, ഈ മധ്യപ്രദേശ് ആ റീജിയനിലൊക്കെ എത്തുമ്പോൾ. അതുപോലെ എനിക്ക് ആ ഒരു വേസ്റ്റ് ലാൻഡ് ടോപ്പോഗ്രഫിയാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. അതുമായിട്ട് കണക്ഷനൊന്നും ഇല്ല, എന്നാലും ഇങ്ങനെ നിറയെ പാറകളൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ കുറേ നേരം ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റും കേട്ടോ. പിന്നെ പുഴ ഇങ്ങനെ ഒഴുകുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പുഴയൊക്കെ ഇതിങ്ങനെ നല്ല രസമായിട്ട്, എസ്പെഷ്യലി ഞങ്ങൾ വന്ന സമയത്ത് മഴയൊക്കെ പെയ്യാറായതുകൊണ്ട് സ്കൈയിലൊക്കെ ഇതേപോലെ നിറയെ മേഘങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് അവിടെ ഇരുന്നു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊരു വീക്കെൻഡ് ആയിരുന്നതുകൊണ്ട് തന്നെ കുറേ ആളുകളൊക്കെ ഇവിടെ കുളിക്കലൊക്കെ ഇവിടെ പ്രൊഹിബിറ്റഡ് ആണ്, എന്നാലും കുറച്ച് ആളുകളൊക്കെ പുഴയിലേക്കൊക്കെ ഇറങ്ങിപ്പോയിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്, പക്ഷെ നമ്മൾ കുറച്ച് സേഫായിട്ടും കൂടെ വേണം പോയി ഇവിടെ വരാനായിട്ട്. അങ്ങനെ നമുക്ക് ഒരു വീക്കെൻഡിലൊക്കെ എറണാകുളം, തൃശ്ശൂർ ഭാഗം അല്ലെങ്കിൽ എറണാകുളം, ഇടുക്കി ജില്ലകളിലും അല്ലെങ്കിൽ പരിസര പ്രദേശങ്ങളിലൊക്കെ ഉള്ളവർക്ക് ഒരു ജസ്റ്റ് 1 ഡേ വന്നിട്ടുള്ളൊരു നല്ലൊരു ഹാങ്ങിങ് സ്പോട്ടായിട്ട് ഈ ഒരു പ്രദേശത്തെ പറയാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ച് നടന്നപ്പോഴും ഇതേപോലെ തന്നെ എന്ത് രസമാണെന്നറിയാമോ ഇവിടെ. എനിക്കിത് പറഞ്ഞിട്ടും മതിയാവുന്നില്ല, അത്ര ബ്യൂട്ടിഫുള്ളാണ് ഈ ഒരു റിവർ ഇങ്ങനെ ഒഴുകുന്ന കാണാനൊക്കെ ആയിട്ട്.
പിന്നെ നമ്മൾ തിരിച്ച് വന്ന വഴി തന്നെ പതിയെ തിരിച്ച് നടന്നു. അപ്പോഴും ഇതേപോലെ തന്നെ കുറേ വലിയ വലിയ മരങ്ങളും പിന്നെ ഒരു കാട്ടുകോഴീനെയൊക്കെ കണ്ടിട്ടോ നമ്മൾ. എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. ഒരു ചെറിയൊരു ക്യൂട്ടായിട്ടുള്ളൊരു കോഴിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈ ഒരു ഭൂതത്താൻകെട്ടിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു അമ്പലമുണ്ട്. അപ്പോൾ ഒരു കാടിൻ്റെ ആ ഒരു പരിസരത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു വൈബുള്ളൊരു ക്ഷേത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോഴേക്കും മഴ പെയ്യാറായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങി. അപ്പോൾ ഇപ്പോൾ നിങ്ങളീ കാണുന്നതാണ് പുതിയ ഭൂതത്താൻകെട്ട് ഡാം. അപ്പോൾ നിങ്ങളത് പലരും ഫോട്ടോസിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ 2 ഷട്ടർ മാത്രമാണ് തുറന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളവിടെ നേരം കുറച്ച് ഒരു പുതിയ പാലവും പണിതിട്ടുണ്ട്. അപ്പോൾ പാലത്തിൻ്റെ അവിടെ നിന്നു കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയ വ്ളോഗായിരുന്നു, ഒരുപാടൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ ശരി.